എല്ലാവർക്കും നമസ്കാരം. ഡബ്ല്യു മല്ലു വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് എനിക്ക് ഒത്തിരി നന്ദിയാണ് എല്ലാവരോടും പറയാനുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. എൻ്റെ ഇളയ പെങ്ങൾക്കും അതുപോലെ തന്നെ ലൂക്കായ്ക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഇട്ടിരുന്നു. അപ്പം അപ്ഡേറ്റ് ഞാൻ അറിയിച്ചുകൊണ്ട് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. എന്തായാലും അവൾ സുഖമായിട്ടിരിക്കുന്നു. അവൾ നാളെ ഡിസ്ചാർജ് ആവുന്നതായിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന്. ബട്ട് ലൂക്ക കോലഞ്ചേരിയിലാണ്. കോലഞ്ചേരി പീഡിയാട്രിക് ICUവിലാണ് ഉള്ളത്. ഇപ്പം വെന്റിലേറ്ററിലായിരുന്നു. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് നാം ബ്രീത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പം കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഏകദേശം കുറച്ച് നോക്കിയായി. നന്നായിട്ട് കരയുന്നൊക്കെ ഉണ്ട് ആള്. അപ്പം ഇന്നലെ വെന്റിലേറ്ററിൻ്റെ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പം സാധാരണ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം കുറച്ച് ബെറ്റർ ആയി എന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും സീരിയസ്നെസ് ഉണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന തുടരണം കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥന ഒന്ന് മാത്രമാണ് ഈശോയുടെ അടുത്തേക്കും അതായത് മാതാവിൻ്റെ അടുത്തേക്ക് എൻ്റെ കുഞ്ഞിനെ സമർപ്പിച്ച് എത്തിച്ചതും അതുപോലെ തന്നെ ഇത്രയും നല്ല ആരോഗ്യവാനാക്കിയതും. എല്ലാവരും ഒത്തിരി അധികം പേര് യൂട്യൂബിലൂടെ എനിക്ക് മെസ്സേജ് വിട്ടും അതുപോലെ തന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് വിട്ടവരുണ്ട്, വിളിച്ചവരുണ്ട്, ഒക്കെ അങ്ങനെ ഒത്തിരി പേര് പ്രാർത്ഥിച്ചവരുണ്ട്. അതുപോലെ കൃപാസന മാതാവിൻ്റെ സന്നിധിയിലുള്ള പ്രാർത്ഥനക്കാർ, അതുപോലെ യൂട്യൂബിൽ കുടുംബ ഫാമിലിയിലുള്ള ആളുകൾ, അട്ടപ്പാടിയിലുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ആളുകൾ, ഒത്തിരി ആളുകൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടുമാണ് എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസം. പ്രാർത്ഥന കൊണ്ട് ഒന്നും മാത്രമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഈശോയുടെ സന്നിധിയിലും മാതാവിൻ്റെ സന്നിധിയിൽ എത്തിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ അവർ സൗഖ്യം നൽകുന്നതൊക്കെ. അപ്പോൾ ഇനിയും അത് തുടരുക. അതിന് വലിയൊരു നന്ദി അറിയിക്കുകയാണ് എല്ലാവരോടും. അതുപോലെ തന്നെ കൃപാസന വീഡിയോയുടെ അടിയിൽ കഴിഞ്ഞ ദിവസം സ്കറിയ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞ ഒരു കമൻറ്റ് അതിങ്ങനെയായിരുന്നു: നിങ്ങൾക്ക് ആരാണ് ഇതിങ്ങനെയൊക്കെ പറയാനുള്ള അധികാരം നൽകിയത്? ജോസഫ് അച്ഛൻ നിങ്ങളെ പേഴ്സണലായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ? ഈ കൃപാസന സംബന്ധമായ വീഡിയോകളുടെ കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ആ വീഡിയോ ചെയ്യാൻ ആരാണ് അധികാരം തരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇത് പറയാൻ നിങ്ങളോട് ആരാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു. അപ്പം എനിക്ക് സ്കറിയ എന്ന് പറയുന്ന ആളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനെന്ന വ്യക്തി എൻ്റെ കുടുംബജീവിതത്തിലും അതുപോലെ പേഴ്സണൽ ജീവിതത്തിലും ഒത്തിരിയേറെ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു വലിയൊരു അനുഭവവും അതുപോലെ തന്നെ ഒരു മാറ്റത്തിൻ്റെ ഒരു അനുഭവമായിരുന്നു എനിക്ക് കൃപാസനം എന്ന് പറഞ്ഞ ഉടമ്പടി എടുത്തതും കൃപാസനത്തിൽ പോയതും ഒക്കെ. അപ്പം ആ കൃപാസനത്തിൽ പോയി എൻ്റെ കുടുംബത്തിലേക്കും എനിക്കും കിട്ടിയ നന്മകൾ ഒത്തിരി പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അത് ഞാൻ പല വീഡിയോകളായി ഷെയർ ചെയ്തിട്ടുമുണ്ട്. അപ്പം ഞാനെന്ന വ്യക്തി 90 ദിവസത്തെ ഒരു ഉടമ്പടിയും അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഉടമ്പടി 90 ദിവസം എടുത്ത 2 ഉടമ്പടി എടുത്തൊരു വ്യക്തിയാണ്. കൃപാസനത്തിൽ പോയി ഞാൻ ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ടും അതുപോലെ ധ്യാനങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ടും കൃപാസന ഉടമ്പടി പൂർണ്ണമായിട്ട് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ ചെയ്ത എല്ലാ നിയോഗങ്ങളും എനിക്ക് സാധിച്ച് കിട്ടിയിട്ടുമുണ്ട്. അപ്പം ഈ ഒരു എക്സ്പീരിയൻസ്, ഇത്രയും നാളത്തെ ഈ ഒരു കൃപാസനമായിട്ടൊരു എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോകളും ചെയ്തിരിക്കുന്നത്. അതൊരിക്കലും എന്നെ കൃപാസനക്കാരെ അറിയിച്ചോ അല്ലെങ്കിൽ അച്ഛനെ അറിയിച്ചോ തന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞ് ആരും തരുന്നതല്ല. എൻ്റെ ഒരു അനുഭവം വെച്ചുകൊണ്ടും എൻ്റെ ഒരു കുഞ്ഞറിവ് വെച്ചുകൊണ്ടും ഞാൻ പറയുന്ന കാര്യങ്ങളാണത്. ഒരിക്കലും കൃപാസനം റെഫർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൃപാസന ആളുകൾ പറഞ്ഞ് ഏൽപ്പിച്ച കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരിക്കലുമല്ല ഞാൻ എൻ്റെ വീഡിയോകൾ ചെയ്യുന്നത്. എനിക്ക് കിട്ടുന്ന അനുഭവം, എനിക്ക് കിട്ടിയ അനുഭവം, ആ അനുഭവത്തിൽ നിന്ന് ആളുകൾ ചോദിക്കുന്ന ഡൗട്ടിന് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ മറുപടി കൊടുക്കുന്നതാണ്. സ്കറിയ എന്ന് പറയുന്ന ആ വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെപ്പോലുള്ള ആളുകൾ മസ്റ്റായിട്ടും കൃപാസനം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുത്ത് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കലും ഞാൻ ഒരിക്കലും ഈ ഒരു വീഡിയോസ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുമല്ല ഞാൻ ഇടുന്നത്. എല്ലാവർക്കും എൻ്റെ ഒരു അനുഭവം പാഠമാകണം, അല്ലെങ്കിൽ എൻ്റെ ഒരു അനുഭവം മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യണം ഒരൊറ്റ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് സ്കറിയനെ പോലുള്ള ഒത്തിരി ആളുകൾ ഒരുപക്ഷെ ഒന്ന് മെസ്സേജ് അയക്കുന്നുണ്ടാവാം. പക്ഷെ എന്നാലും ഞാൻ ചെയ്യുന്നതിന് ക്ലാരിഫിക്കേഷൻ തന്നതാണ്. സോ ചേട്ടനെ പോലുള്ളവർ ഇങ്ങനെ ഒരു വീഡിയോസിന് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യണം. വേറെ ഇഷ്ടംപോലെ ചാനലുകൾ നിങ്ങൾക്ക് വാച്ച് ചെയ്യാനുണ്ട്. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഒരു കാര്യത്തിൽ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ആയി ഞാൻ വിചാരിക്കണം. അപ്പം കൃപാസനത്തിൽ നിന്ന് കിട്ടിയ അനുഭവം വേറെ ഒത്തിരി ജീവിതത്തിൽ എനിക്ക് മാറ്റങ്ങൾ വരുത്തിയ അനുഭവമാണ്. അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ.